2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മരിപ്പങ്കോട് പൂരത്തിനിതാ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇനി പൂരവിസ്മയ കാഴ്ചകൾക്ക് നാടൊരുങ്ങുന്നു. അല്പസമയങ്ങൾക്കകം ഈ കാണുന്ന ഗജവീരന്മാരെ കാണാൻ നിരവധി പ്രേമികളാണ്, ഉത്സവ ആരാധകരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മരിപ്പങ്കോട് പൂരം നമ്മൾ തകർത്തടിക്കുകയാണ്. നിങ്ങൾ ഏത് ദേശമാണ്? നമ്മൾ വാഴമുള്ള ദേശക്കാരാണ്. ട്രസ്റ്റ് ഭാരവാഹികളും ചേർന്ന് 5 ഗജവീരന്മാരെയാണ് പൂരനാളിൽ മരിപ്പങ്കോട് എത്തിക്കുന്നത്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ ഒരു നാടിന്റെ ഉത്സവം, മനുഷ്യരുടെ ഒത്തുചേരൽ, ആഘോഷത്തിന്റെ രാവുകൾ. ഈ രാത്രി മരിപ്പങ്കോട് ദേശത്തിന് ഉറക്കമില്ല. പോത്തങ്കോട് കഴക്കൂട്ടം അതിർത്തി പങ്കിടുന്ന ഈ ഭാഗത്ത് അണ്ടൂർ കോണത്ത് ഇന്ന് ഉത്സവരാവാണ്. മരിപ്പങ്കോട് പൂരം ആരംഭിച്ചിരിക്കുന്നു. ഇനി പൂരവർണ്ണ നിമിഷങ്ങൾക്കാണ് ഈ ഒരു ദേശം സാക്ഷ്യപ്പെടുത്തുന്ന ആഘോഷപൂർവമായ ഒരു പൂരത്തിനാണ് ഈ ഒരു ദേശം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തംകുളം അനന്തപത്മനാഭനാണ് മേൽക്കാവിൽ അമ്മയുടെ തിടം പേറ്റുക. പുത്തംകുളം അർജുനൻ, ഉണിമങ്ങാട് ഗണപതി, തടത്താവിള രാജശേഖരനാണ് കീഴേക്കാവിൽ അമ്മയുടെ തിടം പേറ്റുന്നത്. ഗുരുജി ശിവനാരായണൻ ഉൾപ്പെടെ 5 ഗജവീരന്മാരാണ് ഈ ഒരു പൂരത്തിന്, ഇക്കൊല്ലത്തെ പൂരത്തിന് മാറ്റു പകരുന്നത് എന്നുള്ളതാണ്. അമ്മയുടെ മേൽക്കാവിൽ അമ്മയുടെ തിരുവെഴുന്നള്ളത്ത് അല്പസമയങ്ങൾക്കകം ആരംഭിക്കുന്നതായിരിക്കും. വർണ്ണ പ്രൗഢമായ താളവാദ്യമേളത്തോടു കൂടിയുള്ള പൂരത്തിനാണ് ഇത്തവണ ഈ ഒരു ദേശം സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ കൊല്ലം കഴിഞ്ഞ് ഓരോ കൊല്ലം ഇടവേളയിട്ട് വരുന്ന ഉത്സവമായതിനാൽ തന്നെയാണ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു ഇത്തവണത്തെയും ഉത്സവം. പുത്തംകുളം അനന്തപത്മനാഭനാണ് മേൽക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റുന്നത്. ഇതോടുകൂടി മേൽക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ദേശക്കാർക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി ദേവിത പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളുകയാണ്. അതിനു മുമ്പായി ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് 5 കരിവീരന്മാരും ചുറ്റി വണങ്ങി ഈ ഒരു താള മേളത്തോടു കൂടിയാണ് ദേവിയെ പുറത്ത് എഴുന്നള്ളിക്കുന്നത്. ഈ തിരുനടയിൽ നിന്ന് അമ്മയെ ആനയിച്ചുകൊണ്ട് തിരുവെഴുന്നള്ളത്ത് കീഴ്ക്കാവിലേക്ക് എത്തുകയാണ്. കീഴ്ക്കാവിൽ നിന്ന് അമ്മയെ ഇനി കീഴ്ക്കാവ് ഭഗവതിയെയും ഈ ഒരു പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളത്തിനായി എത്തിക്കുന്ന കാഴ്ചകളാണ് ഇനി ആരംഭിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ താളമേളത്തോടു കൂടിയാണ് കീഴ്ക്കാവിൽ അമ്മയെയും ഇനി പൂരപ്പറമ്പിലേക്ക് പോവുക. കീഴ്ക്കാവിൽ അമ്മയും മേൽക്കാവിൽ അമ്മയും കൂടിയാണ് ഈ ഒരു പുറത്ത് എഴുന്നള്ളത്ത് നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 6:30 ആരംഭിച്ച ചടങ്ങുകൾ കാണാനായി നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. കാവിള രാജശേഖരൻ കീഴ്ക്കാവിൽ അമ്മയുടെ തിടമ്പ് ഏറ്റിയിരിക്കുകയാണ്. പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. ആഘോഷത്തിന് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ്. ദേവിമാർ പുറത്തെഴുന്നള്ളുകയാണ്. കീഴ്ക്കാവിലമ്മയും മേൽക്കാവിലമ്മയും ഒരുമിച്ച് പൂരപ്പറമ്പിലേക്ക് പോവുകയാണ്. ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവിമാരുടെ അനുഗ്രഹം തേടി ഈ ദിവസങ്ങളിലെല്ലാം എത്തിയത്. അവസാന ദിവസവും ഈ ഒരു ചടങ്ങ് കാണാൻ നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. ദേവിമാരുടെ പുറത്തെഴുന്നള്ളത്ത് ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. അഞ്ച് ഗജവീരന്മാരും ദേവിമാരെ വണങ്ങിയതിന് ശേഷമാണ് വലം വയ്ക്കുന്നത്.
വേൽക്കാവിലമ്മയുടെയും കീഴ്ക്കാവിലമ്മയുടെയും തിടമ്പേറ്റിയ ഗജവീരന്മാർ ഉൾപ്പെടെ 5 കരിവീരന്മാർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെഴുന്നള്ളിൻ്റെ ചടങ്ങാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി ഭക്തരാണ് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത്. ഇതാ പൂരപ്പറമ്പിലേക്ക് പോവുകയാണ്. മരിപ്പങ്കോട് പൂരപ്പറമ്പിൽ ഒരു പൂര വിസ്മയ കാഴ്ചകൾ സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഈ ഒരു മരിപ്പങ്കോട് പൂരം അരങ്ങേറുന്നത്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നു എന്ന അത്യപൂർവമായ പ്രത്യേകതയും ഈ ഒരു ഉത്സവത്തിനുണ്ട്. അങ്ങനെ ഗജവീരന്മാർ ഓരോരുത്തരായി പൂരപ്പറമ്പിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. ഭഗവതിയുടെ തിടമ്പ് ഏറ്റിയ ഗജവീരന്മാരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. അവയെ പൂക്കളൊക്കെ വിതറിക്കൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുഷ്പങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് ഈ ഗജവീരന്മാരെ സ്വീകരിക്കുന്ന കാഴ്ച. മരിപ്പങ്കോട് പൂരം 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പൂരത്തിന് മാറ്റ് ഇരട്ടിയാണ്. പഞ്ചവാദ്യ മേളത്തിനോടുകൂടിയൊക്കെ താളം തുള്ളുന്ന നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളടക്കം നമുക്ക് കാണാനുള്ളതാണ്. ഇതാണ് വൈബ്, ഇതാണ് തിരുവനന്തപുരത്തിന്റെ പൂരം മനസ്സ്. ആ കാഴ്ചകളാണ് കാണുന്നത്. യുവാക്കളും കുട്ടികളും ഒക്കെ ചേർന്ന് ആ ഉത്സവത്തിന്റെ ഏറ്റവും പരിമൂലിതമായ ആഘോഷത്തിന്റെ ഏറ്റവും മൂർധന്യമായ ആഘോഷത്തിനാണ് എത്തിയിരിക്കുന്നത്. ആടിപ്പാടി തുള്ളിച്ചാടിയൊക്കെ ഈ ഒരു പൂരം ആസ്വദിക്കുന്നവർ, അതിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇവിടെ ഡാൻസ് ചെയ്യുന്ന ആ ഒരു പൂരം വൈബ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയുണ്ട് പൂരം? അടിപൊളി, സൂപ്പറാണ്. അല്ലെ പൂരം എങ്ങനെയുണ്ട്? പൂരം എങ്ങനെയുണ്ട്? പൂരം വൈബാണ്. എങ്ങനെയുണ്ട്? 5 ആനകളെ കണ്ട? ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? ഓരോ ആനയ്ക്കും ഓരോ ഫാൻസുകാരുണ്ട്, അതുകൂടി നമ്മൾ എടുത്തു പറയണം. അതുപോലെ തന്നെ ഓരോ ദേശക്കാരെത്തിച്ച ആനകളുമുണ്ട്. ഡാൻസ് ചെയ്യുന്ന പയ്യന്മാരടക്കം യുവാക്കളടക്കം പേരുണ്ട്. ഉത്സവമാണ്. ഞങ്ങൾ ഈ ഉത്സവം തകർത്തടിക്കുകയാണ്. ഞങ്ങളെ പിള്ളേരാണ് ഈ കാണുന്ന കൊട്ടുമാളം. ഒന്ന് അവരെ കാണിക്കും. മരിപ്പങ്കോട് പൂരം പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിപ്പങ്കോട് പൂരം 2 വർഷത്തിലൊരിക്കലാണ് ആഘോഷിക്കാറുള്ളത്. 2 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് 2 ദേവകന്യകുമാർ തങ്ങളുടെ വാസസ്ഥലം അന്വേഷിച്ച് ഇറങ്ങുകയുണ്ടായി. ആ ദേവകന്യകമാർ മരിപ്പങ്കോട് പണിമൂലയും തങ്ങളുടെ വാസസ്ഥലങ്ങളായി തിരഞ്ഞെടുത്തു. പണിമൂലയിൽ ജ്യേഷ്ഠത്തെയും മരിപ്പൻകോട്ട് അനിയത്തിയുമാണ് വാസസ്ഥലമായി തിരഞ്ഞെടുത്തത്. ഇവർക്ക് ഉത്സവം കാണുന്നതിന് വേണ്ടിയാണ് 2 വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുന്നത്. മരിപ്പങ്കോട്ട് ഉത്സവം നടക്കുമ്പോൾ പണിമൂല ഉത്സവം നടക്കുന്നില്ല, പണിമൂലയിൽ ഉത്സവം നടക്കുമ്പോൾ മരിപ്പങ്കോട്ട് ഉത്സവം നടക്കുന്നില്ല. എല്ലാം 2 സങ്കല്പങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്നാമതായി ഇരട്ടപ്പൊങ്കാല. 2 ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള പൊങ്കാലയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇരട്ടപ്പനയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കൂടാതെ 2 കുളങ്ങളും 2 നാഗർകാവ് പ്രതിഷ്ഠയുമാണ് ഇവിടെ നിലനിൽക്കുന്നത്. 2020 എല്ലാ വർഷവും ഏത് പൂരം അടുത്താൽ നമ്മൾ ഒറ്റ സംഖ്യയിലാണ്. 2027, 29 ഇങ്ങനെയാണ് പൂരം മഹോത്സവങ്ങൾ നടക്കാറുള്ളത്. ഒരുപോലെ ഡ്രസ്സ് ഇട്ട് പങ്കെടുക്കണമെന്ന് പ്രാവശ്യം നമുക്ക് പറ്റിയത്. ഇനി ആൾക്കാരുണ്ട്, ഒരു 10 പേരോളം ഉണ്ട്. പലരും പല വഴിക്ക് നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട ദിവസം ഏതാണ്? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം തന്നെയാണ്. കഴിഞ്ഞു പോകുന്നതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്.
ഇതുവരെ അടിപൊളിയായിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വരുമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എൻജോയ്മെൻറ്റിലാണ് ഞങ്ങൾ. കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പൂരം? കേട്ടിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാർക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് എന്താ പൂരം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഞങ്ങളുടെ മരുപ്പൂരം അണിഞ്ഞൊരുങ്ങി താലപ്പൊലിക്ക് തയ്യാറെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചൂടൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ കുട്ടികളടക്കമുണ്ട്, ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ്? ഹായ്, അടിപൊളിയാണ്. മോളെ ഒരുങ്ങി നിൽക്കുകയാണല്ലേ താലപ്പൊലിക്ക്? എന്ത് തോന്നുന്നു? അടിപൊളിയാണോ ഉത്സവം? ആനയൊക്കെ കണ്ടോ? കണ്ടു. കാണാൻ കഴിയും. നേർച്ചയാണോ? അല്ല, എല്ലാ വർഷവും ഉണ്ട്. ഇവിടെ അടുത്താണോ? അടുത്ത. മോളെ നല്ലതാ. എങ്ങനെയുണ്ട് ഉത്സവം? എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ്. അടിപൊളി. ആദ്യത്തെ താലപ്പൊലിയാണോ? നേർച്ച അങ്ങനെ എന്തെങ്കിലും? ഇല്ല, സ്ഥിര ആഗ്രഹമാണ്. ആൾക്ക് ഇഷ്ടം. എത്ര വയസ്സുണ്ട് മോൾ? 3. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ചൂടും കാര്യങ്ങളൊക്കെ? ചൂടുണ്ട്, കുഴപ്പമില്ല. ഇഷ്ടമാണ് പൊതുവെ?